ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് റിമൂവ് ആട്രിബ്യൂട്ട്സിനെ കുറിച്ചാണ്. നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എങ്ങനെ നമ്മുടെ ജാവാസ്ക്രിപ്റ്റിലെ ആട്രിബ്യൂട്ട്സിനെ ഗെറ്റ് ചെയ്യുക, അതായത് ഒരു ടാഗിൻ്റെ ഉള്ളിൽ ഒരു എലമെൻസിൻ്റെ ഉള്ളത്തെ ആട്രിബ്യൂട്ട്സിനെ എങ്ങനെ ആക്സസ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു. ആ ടാഗിൻ്റെ ഉള്ളത്തെ എലമെൻറ്റ്സ് ആട്രിബ്യൂട്ട്സുകളൊക്കെ ഏതാണെന്നും അതെങ്ങനെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാമെന്നും നമ്മൾ മുമ്പൊരു ക്ലാസ്സിൽ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു ടാഗിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു എലമെൻസിൻ്റെ ഉള്ളിൽ വരുന്ന ആട്രിബ്യൂട്ട്സിനെ, അതായത് എലമെൻസിൻ്റെ ആട്രിബ്യൂട്ട്സിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് എന്തൊക്കെ നമ്മൾ എലമെൻസിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ആട്രിബ്യൂട്ട്സുകൾ ചേർത്തിട്ടുണ്ടോ അതെല്ലാം നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്തു. ഇതിന് മുമ്പുണ്ടായിരുന്ന എല്ലാ കോഡും നമ്മൾ ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് നമ്മളിവിടെ വന്ന് പുതിയ കോഡ് ടൈപ്പ് ചെയ്യാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ HTML എന്ന് എഴുതി. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റൈൽ എന്നുള്ളൊരു ടാഗാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു ഈ ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് CSSകൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ക്ലാസ് ആയിട്ടാണ് CSS ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ക്ലാസ് നെയിം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ പേരിലാണ് നമ്മൾ ക്ലാസ് നെയിം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ക്ലാസ് നെയിം നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതിനൊരു കളർ ചേർത്ത് കൊടുത്തു. അപ്പോൾ കളർ നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ CSSൽ പഠിച്ചതാണ്. അപ്പോൾ ഈ രൂപത്തിൽ നമ്മളിവിടെ വന്ന് കളർ ഏതാണോ വേണ്ടത് ഇതിന് നമുക്കൊരു കളർ ചേർത്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഏതാണോ വേണ്ടത് അതും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ ചേർത്ത് കൊടുക്കാൻ നമ്മളിവിടെ വന്ന് ബാക്ക്ഗ്രൗണ്ട് എന്നിട്ടതിന് ശേഷം നമുക്കിതിന് ബാക്ക്ഗ്രൗണ്ടിൽ ഏതാണോ കളർ വേണ്ടത് അത് ചേർത്ത് കൊടുത്തു. ഇത്രയാണ് നമ്മളിതിന് CSS ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ നമ്മുടെ വെബ് പേജിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു 2 പാരഗ്രാഫാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ പാരഗ്രാഫ് P എന്ന ടാഗ് ഇട്ടു. ഈ പാരഗ്രാഫിന് നമ്മളൊരു ID കൊടുക്കുന്നുണ്ട്. ID ഈക്വൽ ടു നമ്മളിവിടെ ഈ പാരഗ്രാഫിന് ID ആയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പാര എന്നാണ്. ഓക്കെ, ഇതിനൊരു ക്ലാസ് കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കൊടുത്ത CSS എന്ത് വരണം എന്ന് തീരുമാനിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആ CSS ആയിട്ട് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ക്ലാസ് നെയിമായിട്ട് JTP എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ടെക്സ്റ്റ് എന്താണോ വേണ്ടത് അത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ടെക്സ്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത് ദിസ് ഈസ് എ പാരഗ്രാഫ് എലമെൻറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. പാരഗ്രാഫ് എലമെൻറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ പാരഗ്രാഫ് കൂടി സ്റ്റാർട്ട് ചെയ്യണം. P എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇതിന് നമ്മളൊരു ID ചേർത്ത് കൊടുത്തു. ID ഈക്വൽ ടു ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമ്മൾ ID ആയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പാരഗ്രാഫ് 1 എന്ന് ചേർത്തു. ഇതിന് നമ്മളൊരു ക്ലാസ് നെയിം കൂടി കൊടുക്കണം. അപ്പോൾ ക്ലാസ് എന്നിട്ടതിന് ശേഷം ഇതിൻ്റെ ക്ലാസ് നെയിമായിട്ട് വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ JTP എന്ന് തന്നെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മളിവിടെ അടുത്ത പാരഗ്രാഫിൻ്റെ ഉള്ളിൽ നമ്മൾ ടെക്സ്റ്റായിട്ട് ചേർത്ത് കൊടുത്തു. ദിസ് ഈസ് സെക്കൻഡ് പാരഗ്രാഫ് എന്നും ചേർത്ത് കൊടുത്തു. സെക്കൻഡ് പാരഗ്രാഫ് എന്നും ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്നൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഇവിടെ വന്ന് ബട്ടൺ എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ബട്ടൺ എന്ന് ചേർത്ത് കൊടുത്തു. ഈ ബട്ടണിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഓൺ ക്ലിക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ വന്ന് ജസ്റ്റ് ബട്ടൺ ഇട്ടതിന് ശേഷം സ്പേസ് ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് ഓൺ ക്ലിക്ക് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഓൺ ക്ലിക്കായിട്ട് നമ്മളിവിടെ വന്ന ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ ഫംഗ്ഷൻ എൻ്റെ ഷോർട്ടായ ഫങ് എന്ന് ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താണോ ടെക്സ്റ്റ് വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ക്ലിക്ക് മീ എന്ന ടെക്സ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ ജാവാസ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് കൊടുക്കുന്നത് കൊണ്ട് നമ്മളിവിടെ വന്ന് സ്ക്രിപ്റ്റ് എന്ന ടാഗ് ഇവിടെ ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ മുകളിൽ കൊടുത്ത ഫംഗ്ഷനാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഫംഗ്ഷൻ എന്ന് എഴുതിയതിന് ശേഷം നമുക്കിവിടെ വന്ന് ഫംഗ്ഷൻ്റെ പേര് നമ്മൾ ചേർത്ത് കൊടുത്തു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ ഉള്ളിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ വരേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ പാരഗ്രാഫിൻ്റെ ID നമുക്ക് റെഫർ ചെയ്തെടുക്കണം. അപ്പോൾ ഡോക്യുമെൻറ്റ് ഗെറ്റ് എലമെൻറ്റ് ബൈ ID എന്ന് ചേർത്ത് കൊടുത്തു. ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമ്മൾ ആ ID എന്ന് പറയുന്നത് പാരഗ്രാഫാണ്. അപ്പോൾ അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടത്. അപ്പോൾ റിമൂവ് ആട്രിബ്യൂട്ട്സ് എന്ന് ചേർത്ത് കൊടുത്തു.
ഓക്കെ, നമുക്കിവിടെ റിമൂവ് ആട്രിബ്യൂട്ട്സ് ഏത് ആട്രിബ്യൂട്ട്സ് ആണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് അത് ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിന് ക്ലാസ് എന്ന ആ CSSന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരുന്ന ക്ലാസ് എന്ന ആട്രിബ്യൂട്ട്സ് ആണ് ഞാനിതിനെ റിമൂവ് ചെയ്യുന്നത്. ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് രണ്ടാമത്തതിന് കൂടി നമ്മളിവിടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ വന്ന് ആദ്യത്തിന് നമ്മൾ പാരഗ്രാഫിൻ്റെ ID എന്നാണ് കൊടുത്തിട്ടുള്ളത്, രണ്ടാമത് para1 ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിലും നമ്മൾ ആ ക്ലാസ്സിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ് നമ്മൾ ഇവിടുന്ന് റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ലൈവ് സെർവർ വെച്ചൊന്ന് റൺ ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിത് റൺ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ആ കൊടുത്ത 2 CSS നമുക്കിവിടെ അപ്ലൈ ചെയ്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറും അതേപോലെ ടെക്സ്റ്റ് കളറും നമ്മളിവിടെ CSSൻ്റെ ഉള്ളിൽ എന്താണോ കൊടുത്തത് അതിനനുസരിച്ച് നമുക്കിവിടെ പ്രിൻറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ സ്റ്റൈല് നമുക്ക് ഇവിടുന്ന്, അതായത് ഇതിൻ്റെ ക്ലാസ്സാണ് നമ്മൾ ഇവിടെ കൊടുത്ത ഈ ആട്രിബ്യൂട്ട്സ് ആണ് നമ്മൾ ഇവിടുന്ന് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ആ CSS സ്റ്റൈലൊക്കെ ഇവിടുന്ന് റിമൂവ് ആയിട്ടുണ്ടാകും. ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ വന്ന് ഈ പാരഗ്രാഫ് എന്ന് കൊടുത്ത് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു div ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്ന് div എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഈ divന് നമ്മളൊരു ID ചേർത്ത് കൊടുക്കുകയാണ്. അതായത് നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ID ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനതിൻ്റെ ID div1 എന്ന് ചേർത്ത് കൊടുത്തു. എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിവിടെ വന്ന് സ്റ്റൈല് നമുക്കിവിടെ നിന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്റ്റൈൽ എന്താണോ വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, നമ്മളിവിടെ ഡയറക്റ്റ് സ്റ്റൈലാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ സ്റ്റൈൽ എന്താണോ വേണ്ടത് അത് നമുക്ക് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മളിവിടെ വന്ന് ബാക്ക്ഗ്രൗണ്ട് കളറാണ് കൊടുക്കുന്നത്. എന്താണോ ബാക്ക്ഗ്രൗണ്ട് കളർ വേണ്ടത് അത് നമ്മൾ ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഫോണ്ട് സൈസാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫോണ്ട് സൈസ് എന്ന് ചേർത്ത് കൊടുത്തു. എത്രയാണോ നമുക്കിതിൻ്റെ ഫോണ്ട് സൈസ് വേണ്ടത് അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു, 25 പിക്സൽ. അതേപോലെ തന്നെ ഇതിൻ്റെ കളർ എന്താണോ വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിന് കളർ എന്ന് ചേർത്ത് കൊടുത്തു. അത് നമ്മളിവിടെ വന്ന് റെഡാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്ത് കളർ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്കിതിൻ്റെ ബോർഡർ എത്രയാണോ വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വന്ന് ബോർഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബോർഡർ എന്നിട്ടതിന് ശേഷം നമുക്കിവിടെ വന്ന് 2 പിക്സൽ അതിൻ്റെ തിക്നെസ്സും അതേപോലെ തന്നെ സോളിഡ് സ്റ്റൈലും കളറ് നമ്മളിവിടെ വന്ന് റെഡും ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും നമ്മളിവിടെ ഒന്നാമത്തെ divന് നമ്മൾ ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താണോ വേണ്ടത് അത് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. ദിസ് ഈസ് എ ഫസ്റ്റ് div എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഫസ്റ്റ് div എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് രണ്ടാമത്തെ divന് എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ വന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിൽ നമ്മൾ div2 എന്നാണ് ഇതിൻ്റെ ID ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്കിവിടെ വന്ന് ലൈറ്റ് ബ്ലൂ, അതായത് രണ്ടും ഒരേപോലെ അല്ലാതിരിക്കാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഞാനിവിടുന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഇതിൻ്റെ ഫോണ്ട് സൈസ് അത് തന്നെ ഇരുന്നോട്ടെ. നമുക്കിതിൻ്റെ ടെക്സ്റ്റ് കളർ എന്താണോ വേണ്ടത് അത് നമുക്കിവിടെ മാറ്റി കൊടുക്കാം. ഞാനിതിന് ടെക്സ്റ്റ് കളറായിട്ട് ബ്ലൂ എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ കൊടുക്കണമെന്നില്ല, ഏത് രൂപത്തിലും ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഇതിന് സോളിഡ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഔട്ട്ലൈന് കളറും നമ്മളിവിടെ വന്ന് ബ്ലൂ എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് ആദ്യത്തിന് നമ്മൾ ഫസ്റ്റ് div എന്ന് ചേർത്തു. ഇതിന് നമ്മളിവിടെ വന്ന് സെക്കൻഡ് div എന്നാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സെക്കൻഡ് എന്ന് ചേർത്തു. ഇനി നമ്മളിവിടെ വന്ന് നേരത്തെ ഇവിടെ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഓൺ ക്ലിക്ക് നമ്മൾ ഫംഗ്ഷൻ എന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഫംഗ്ഷനാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മളിവിടെ വന്ന് ഇവിടെ പാര എന്നുള്ളത് മാറ്റി നമ്മൾ അതിൻ്റെ ID ആയിട്ട് div1 എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ div1 എന്ന് ചേർത്തു. റിമൂവ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ക്ലാസ്സാണ് കൊടുത്തതെങ്കിൽ ഇവിടെ നമ്മളിതിന് കൊടുത്ത സ്റ്റൈലുകൾ, നേരിട്ടുള്ള സ്റ്റൈലാണ് നമ്മളിവിടെ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റൈൽ എന്ന് ചേർത്ത് കൊടുത്തു. ഇവിടെയും നമ്മൾ സ്റ്റൈലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വന്ന് സ്റ്റൈൽ എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇതിന് രണ്ടാമത്തതിന് ഞാൻ div2 എന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട്. div2. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിത് സേവ് ചെയ്തൊന്ന് റണ്ണ് ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഓൾറെഡി റൺ ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് റീലോഡ് ചെയ്യാം. അപ്പോൾ ആദ്യത്തിന് നമ്മൾ കൊടുത്ത ആദ്യത്തെ divന് നമ്മൾ കൊടുത്ത എല്ലാ സ്റ്റൈലും ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അതേപോലെ രണ്ടാമത്തെ divന് നമ്മൾ എന്തൊക്കെ സ്റ്റൈലുകളാണോ കൊടുത്തത് അതും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അതിന് നമ്മൾ എന്തൊക്കെ CSS സ്റ്റൈലുകളാണോ കൊടുത്തിട്ടുള്ളത് അതെല്ലാം നമുക്ക് ഇവിടുന്ന്
റിമൂവ് ആയി പോയിട്ടുണ്ടാവും. അപ്പോൾ റിമൂവ് ആട്രിബ്യൂട്ട്സ് ഉപയോഗിക്കുന്നത് നമുക്കൊരു ടാഗിൻ്റെ ഉള്ളിൽ ഒരു എലമെൻറ്റിൻ്റെ ഉള്ളിൽ വരുന്ന ആട്രിബ്യൂട്ട്സുകളൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.